ഹലോ ഫ്രണ്ട്സ്, ST സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ എവിടെയൊക്കെയാണ് കീവേഡ് കൊടുക്കേണ്ടത്, അതെങ്ങനെയൊക്കെ കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കീവേഡ് റിസർച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. അങ്ങനെ നമ്മൾ കീവേഡ് റിസർച്ചൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച കീവേഡ് മെയിനായിട്ട് 5 പ്ലേസിലാണ് നമ്മളത് കൊടുക്കേണ്ടത്. ഞാൻ പറയുന്ന ഈ 5 സ്ഥലത്തും ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കീവേഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ SEO സ്കോർ അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. 100 വരെ SEO സ്കോർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ SEO സ്കോർ കൂടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ അതിനനുസരിച്ച് റാങ്ക് ചെയ്യും. അങ്ങനെ നമ്മുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫയൽ ഒപ്റ്റിമൈസേഷൻ ആണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ വീഡിയോ ഫയലും അതുപോലെ തന്നെ നമ്മുടെ തമ്പനെയിലും കീവേഡ് കൊടുത്ത് അത് ഒപ്റ്റിമൈസ് ചെയ്യണം. സാധാരണ എല്ലാവരും നമ്മുടെ വീഡിയോ ഫയലും അതുപോലെ തന്നെ തമ്പനെയിലിൻ്റെ ഫയലാണെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും റാൻഡം ആയിട്ട് ABCD എന്തെങ്കിലും നമ്പേഴ്സൊക്കെ കൊടുത്ത് സേവ് ചെയ്യാണ് പതിവ്. അതിന് പകരമായിട്ട് നമ്മൾ നമ്മുടെ ഫയൽ നെയിമിൽ കീവേഡ് കൊടുത്ത് ആ ഫയൽ നെയിം ചേഞ്ച് ചെയ്യുക. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫയൽസൊക്കെ വീഡിയോ ആണെങ്കിലും തമ്പനെയിലാണെങ്കിലും യൂട്യൂബ് അത് റീഡ് ചെയ്യും. അങ്ങനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കൂടുതലായിട്ട് റാങ്ക് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ടൈറ്റിൽ ഉണ്ടല്ലോ, നമ്മൾ വീഡിയോയ്ക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ടൈറ്റിൽ നമ്മുടെ തമ്പനെയിലിൽ ഫയൽ നെയിം റീനെയിം ചെയ്ത് ആ ടൈറ്റിൽ കൊടുക്കുക. അതുപോലെ തന്നെ കോമയിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഏതെങ്കിലും കീവേഡ്സ് എക്സ്ട്രാ നിങ്ങൾക്ക് കൊടുക്കണോ ആ കീവേഡ്സും കൂടെ അതിൽ കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം ആ സെയിം സാധനം തന്നെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ആ സെയിം നെയിം തന്നെ നമ്മുടെ വീഡിയോ ഫയലിലും റീനെയിം ചെയ്ത് കൊടുക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഫയൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇവിടെ താഴെയായിട്ട് ഫയൽ നെയിം കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഞാൻ ഫയൽ നെയിം ചേഞ്ച് ചെയ്ത് കൊടുത്ത കാരണം അതിൻ്റെ ഫയൽ നെയിം ആ ടൈറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫയൽ ഒപ്റ്റിമൈസേഷൻ. രണ്ടാമത്താണ് ടൈറ്റിൽ നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച മെയിൻ കീവേഡ് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ച രണ്ടാമത്തെ കീവേഡ് കൊടുക്കുക. ടൈറ്റിൽ കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ തമ്പനെയിലും ടൈറ്റിലും കാണുമ്പോൾ ആളുകൾ ക്ലിക്ക് ചെയ്യാനായിട്ട് തോന്നണം. അങ്ങനെ ക്ലിക്ക് ചെയ്താലാണ് നമ്മുടെ ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുകയുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷൻ സാധാരണ പലരും അതിലൊന്നും എഴുതാറില്ല, വെറുതെ ബ്ലാങ്ക് ആയിട്ടൊക്കെയാണ് ഇടാറ്, അല്ലെങ്കിൽ എന്തെങ്കിലും #ടാഗ് മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷേ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ എപ്പോഴും കുറച്ച് നിങ്ങളുടെ വീഡിയോനെ കുറിച്ചൊരു ചെറിയൊരു ബ്രീഫ് കൊടുക്കുക. അത്ര അധികമൊന്നും കൊടുക്കണ്ട. ഒന്നും എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ടൈറ്റിൽ തന്നെ അതിൽ ഏറ്റവും ടോപ്പിൽ കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ആദ്യത്തെ 2-3 ലൈൻസിൽ നമ്മുടെ കീവേഡ്സ് വരണം. നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും എഴുതാൻ ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇൻ ദിസ് വീഡിയോ ഐ ആം ഷോയിങ് എന്ന് പറഞ്ഞിട്ട് ആ ടൈറ്റിൽ തന്നെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യത്തെ 2-3 ലൈൻസിൽ നമ്മുടെ കീവേഡ്സ് വരും. അപ്പോൾ നമ്മുടെ വീഡിയോ അതിനനുസരിച്ച് റാങ്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും നമുക്ക് വേറെ കീവേഡ്സൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മെയിൻ കണ്ടുപിടിച്ച കീവേഡ് അല്ലാതെ വേറെ ഏതെങ്കിലും കീവേഡ്സ് നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എഴുതുന്നതിന് ഇടയിൽ നമുക്ക് അത് കീവേഡും കൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് #ടാഗ്സ് ആണ്. നമ്മൾ പലരും #ടാഗ്സ് കൊടുക്കാറില്ല. പക്ഷെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഒരു 3 #ടാഗെങ്കിലും മിനിമം കൊടുത്തിരിക്കണം. ഒരുപാട് പേര് കണ്ടൻറ്റ് സെർച്ച് ചെയ്യുമ്പോൾ #ടാഗ് വെച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ #ടാഗ് വെച്ച് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കണ്ടൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ സെർച്ച് റിസൾട്ടിൽ നമ്മുടെ റിസൾട്ടും കൂടെ വരും. അപ്പോൾ #ടാഗ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. മാത്രമല്ല ഇനി #ടാഗിൻ്റെ തന്നെ ഒരു സെക്ഷൻ യൂട്യൂബിൽ വരാൻ പോവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ #ടാഗിൻ്റെ സെക്ഷനിൽ നമ്മുടെ വീഡിയോസൊക്കെ റാങ്ക് ചെയ്യണമെങ്കിൽ, നമ്മുടെ വീഡിയോസ് ആ ഓരോ കാറ്റഗറിയിലും വരണമെങ്കിൽ നമ്മൾ എന്തായാലും #ടാഗ് കൊടുത്തിരിക്കണം. അപ്പോൾ മെയിൻ കീവേഡ്സ് അതുപോലെ നമ്മുടെ ചാനലിൻ്റെ പേരും #ടാഗിൽ ഉൾപ്പെടുത്തുക. ഇനി 5ാമത്തെ കാര്യമാണ് ടാഗ്സ്. ഒരുവിധം
എല്ലാവരും കൊടുക്കുന്നതാണ്. പക്ഷെ നമുക്ക് 500 ക്യാരക്ടേഴ്സ് വരെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ നെയിമൊക്കെ ടാഗിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മെയിൻ കീവേഡും അതുപോലെ തന്നെ ബാക്കി റിസർച്ച് ചെയ്തിട്ടുള്ള കീവേഡ്സൊക്കെ ഈ ടാഗിൽ ഉൾപ്പെടുത്താം. ഇനി ട്യൂബർഡി പോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവർക്ക് താഴെ നമുക്ക് ഇതിൽ തന്നെ 3 ടാഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നൊരു ടാഗാണ്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. റാങ്ക് ചെയ്യുന്ന ടാഗ്സാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ടാഗ്സ് കൊടുക്കുക. ടാഗ് കൊടുക്കുമ്പോൾ നമ്മുടെ ടൈറ്റിലുള്ള എല്ലാ കീവേഡ്സും വരുന്ന രീതിയിൽ ടാഗ് കൊടുക്കണം. നമ്മുടെ ടൈറ്റിൽ വരുന്ന എല്ലാ കീവേഡും നമ്മുടെ ടാഗിലും ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ടാഗുകളിൽ ഗ്രീൻ കളറിലുള്ള ഒരു നമ്പർ കാണാനായിട്ട് സാധിക്കും. അത് ഈ വീഡിയോയിൽ ഈ കീവേഡ്സൊക്കെ റാങ്ക് ചെയ്യുന്നതാണ്. സെർച്ചിൽ ഈ കീവേഡ്സിലൊക്കെ എൻ്റെ വീഡിയോ റാങ്ക് ചെയ്യുന്നുണ്ട്. ഇത്രാമത്തെ നമ്പറിൽ വീഡിയോ റാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ. ഈ 5 സ്ഥലത്തും നമ്മൾ നമ്മുടെ കീവേഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ SEO സ്കോർ 100% ആവും. നമുക്ക് ഇപ്പോൾ ഞാൻ ഈ ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ SEO സ്കോർ 100 ആയിട്ടുണ്ട്. കാരണം ഈ 5 സ്ഥലങ്ങളിലും നമ്മൾ ആ കീവേഡ്സ് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ യൂട്യൂബിൽ ഹോം പേജിൽ ഈ ഒരു കീവേഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അതിനനുസരിച്ച് റാങ്ക് ചെയ്യും. അങ്ങനെ നമുക്ക് നമ്മുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള യൂട്യൂബിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. സ്റ്റേ ട്യൂൺഡ്.